പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PV's പവലിയൻ. ഇന്ന് ഒരു വണ്ടർഫുൾ ഗെയിം ഓഫ് ക്രിക്കറ്റ് നടന്നിരിക്കുകയാണ്. ദുബായിൽ നടക്കുന്ന അണ്ടർ 19 വൺ ഡേ ഇൻ്റർനാഷണൽസ്. ഇന്ത്യ അഗൈൻസ്റ്റ് മലേഷ്യ. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്ത് 408 റൺസ് എന്ന ഒരു മാമത്ത് സ്കോർ, ഒരു പടുകൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. അതിൻ്റെ വിജയശില്പികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പകുതിയിലധികം റൺ സ്കോർ ചെയ്ത അഭിഗ്യാൻ കുണ്ടു എന്ന മുംബൈ പ്ലെയറാണ് ഈ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യ അണ്ടർ 19 ടോപ്പ് സ്കോറാണ് ഫോർ എവർ. വേൾഡിൽ 1-2 പേരുണ്ടെന്ന് തോന്നുന്നു ഇതിൽ കൂടുതൽ അടിച്ചത്. എനിവേ, ടോപ്പ് സ്കോർ ഇന്ത്യൻ ബാറ്റ്സ്മാൻ അണ്ടർ 19 ക്രിക്കറ്റ്, ദാറ്റ് ഈസ് അഭിഗ്യാൻ കുണ്ടു. അദ്ദേഹം ഇന്ന് ഡബിൾ സെഞ്ചുറി അടിച്ചിട്ട് 209 റൺ അടിച്ച് നോട്ട് ഔട്ടായിരിക്കുകയാണ്. അദ്ദേഹത്തെ ഔട്ടാക്കാൻ മലേഷ്യയിലെ ഒരു പ്ലെയർക്കും കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ആ ഇന്നിങ്ങിനെ കുറിച്ച് മാത്രം പറഞ്ഞിരിക്കാൻ പറ്റും. അദ്ദേഹത്തിനെ ഔട്ടാക്കാൻ ആർക്കും പറ്റിയില്ല. ഹി വാസ് ഹിറ്റിംഗ് സിക്സസ് ആറ്റ് വിൽ. അതായത് 209 എന്ന സ്കോറിൽ വെറും 125 ബോൾസിലാണ് ഈ സ്കോർ എടുത്തിരിക്കുന്നത്. 17 4 9 6 അടിച്ചിരിക്കുന്നത്. അതായത് പ്യുവർ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ്റെ എല്ലാ മികവോടും കൂടി, എല്ലാ ഭംഗിയോടും കൂടിയിട്ടായിരുന്നു ആ ഇന്നിങ്സ് പടുത്തുയർത്തിയത്. സ്ലോ കളിക്കേണ്ടത് സ്ലോ കളിച്ച്, സ്ലോ ചെയ്യേണ്ടത് സ്ലോ ചെയ്ത്, ഒരു എന്താ പറയുന്നത് മിക്സ്ഡ് ഇതായിട്ട് ലാസ്റ്റ് വന്ന ഒരു 100 റൺസൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും അദ്ദേഹം ഏത് ബോളർ കിട്ടിയാലും അടിച്ച് മിന്നിക്കുമായിരുന്നു. ഗ്രൗണ്ടിൽ 4 പാടും എന്താ സ്കോറ് എല്ലാ ഫീൽഡേഴ്സിനെ ഇത്രയും ബിസിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബാറ്റർ. ബ്യൂട്ടിഫുൾ ബാറ്റിംഗ്. അപ്പോൾ നമുക്ക് ഭാവിയുടെ ഇന്ത്യൻ ക്രിക്കറ്റ് സുരക്ഷിതമായ കൈകളിലാണ്. ഇതൊക്കെ ഭാവിയിലെ പോസ്റ്റർ ബോയ്സാണ് നമ്മൾ കാണുന്നത്. അത് വൈഭവ് സൂര്യവംശി ആയാലും അഭിഗ്യാൻ കുണ്ടു ആയാലും ഇവരൊക്കെ നമ്മളുടെ എന്താ പറയുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങൾ തന്നെയാണ്. ഓൾറെഡി അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. ദേ ബിലോങ് ടു ദിസ് പ്ലേസ്. ഓക്കെ, ഈ 408 സ്കോറിൽ നമ്മുടെ ഓപ്പണറായിട്ട് വന്ന വൈഭവ് സൂര്യവംശി, എപ്പോഴും സെഞ്ചുറി അടിക്കുന്ന നമ്മുടെ കിഡ് 14 ഇയേഴ്സ് ആയ അദ്ദേഹം ഒരു 50 അടിച്ചു. അത് കഴിഞ്ഞ് വേദാന്ത് ത്രിവേദി വളരെ ഒരു ബ്യൂട്ടിഫുൾ ഇന്നിങ്ങാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം ഇന്നിങ് പടുത്തുയർത്താൻ വേണ്ടി അഭിഗ്യാൻ കുണ്ടുവിനെ ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിർത്തി. അദ്ദേഹം സെഞ്ചുറി അടിക്കാൻ പറ്റിയില്ല, 90 റൺസ് എടുത്ത് ഔട്ടായി. ഓക്കെ, വെരി ഗുഡ് ബാറ്റിംഗ്. ബട്ട് അഭിഗ്യാൻ കുണ്ടു, ദർ ഈസ് നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ വ്യൂസ് ഹിയർ. ഓക്കെ, സൂപ്പർ ബാറ്റിംഗ്, ദാറ്റ്സ് ഇറ്റ്. ഇന്ത്യയുടെ 408 റൺസ് പടുത്തുയർത്തിയതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചുണക്കുട്ടികളായ ബാറ്റ്സ്മാൻമാരുടെ പങ്ക് തീർച്ചയായിട്ടും വളരെ വളരെ വലുതാണ്. മലേഷ്യയ്ക്ക് വേണ്ടിയിട്ട് ബൗൾ ചെയ്തൊരു മുഹമ്മദ് അക്രം, അദ്ദേഹം 5 വിക്കറ്റ് എടുത്തു. 89 റൺസ് കൊടുത്താണെങ്കിലും 5 വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അതൊരു നല്ല അച്ചീവ്മെൻ്റായിട്ട് തന്നെ നമ്മൾ കാണണം. ഓക്കെ, 5 വിക്കറ്റ്സ് ഓൾ ഈസ് ഓൾവേസ് എ ഫീറ്റ്. സോ മലേഷ്യ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ അവരുടെ ചെറിയ ടീമാണ്. എനിക്ക് തോന്നുന്നു അധികമൊന്നും വല്ലാതെ കൂടുതൽ കളിച്ച എക്സ്പീരിയൻസ് ഒന്നും അവർക്കില്ല. എങ്കിലും ചിലരൊക്കെ നന്നായിട്ട് അവരുടെ സ്റ്റാൻസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ബാറ്റിങ് എവിടെയൊക്കെ കോച്ചിങ്ങൊക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഏതായാലും അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. 93 റൺസിൽ 10 വിക്കറ്റും ഔട്ടായിപ്പോയി. 32 ഓവറോളും അവർ പിടിച്ചു നിന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 100 റൺസ് പോലും അവർക്ക് എല്ലാവർക്കും കൂടെ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അതിൻ്റെ മെയിൻ കാരണം എന്താണ്? ഇന്ത്യൻ കുട്ടികളുടെ മാരകമായ ബൗളിംഗ് പ്രകടനം. ദീപേഷ് ദേവേന്ദ്രൻ 5 വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. തമിഴ്നാട് ബോയ്
5 for 22 runs. പിന്നെ ഉദ്ധവ് മോഹൻ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഒരു പ്രകടനം ഇവരാണ് കാഴ്ചവെച്ചത്. പിന്നെ കിഷൻ കുമാർ സിംഗ്, ഖിലാൻ പട്ടേൽ, ഖനിഷ്ക് ചൗഹാൻ എന്നിവർക്ക് ഓരോ വിക്കറ്റ് വീതം അവരും നേടിയിരിക്കുകയാണ്. അപ്പോൾ അണ്ടർ 90 ടോപ്പിൽ നമ്മൾ ടോപ്പ് ഗ്രേഡായിട്ട് ടോപ്പിൽ ഫസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പായിട്ട് ടോപ്പിൽ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വി വിൽ ബി പ്ലേയിങ് ദി സെമി ഫൈനൽസ് അഗൻസ്റ്റ് ദി സെക്കൻഡ് ടോപ്പ് ടീം ഓഫ് ദി അതർ ഗ്രൂപ്പ്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ശ്രീലങ്ക ആയിരിക്കും തോന്നുന്നു. പിന്നെ ഈ ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് പാകിസ്ഥാനും ഇന്ന് UAE തോൽപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ പരിതാപകരമായിട്ടാണ് കളിച്ചതെങ്കിലും അവർ ഒരു 241 റൺസ് എടുത്തു. അതിൻ്റെ മറുപടിയായിട്ട് UAE മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് 171 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ പാകിസ്ഥാൻ്റെ രണ്ടാമത്തെ ജയം. ഇന്ത്യ 3 ജയം ജയിച്ചു. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടായിരിക്കും സെമി ഫൈനൽ അവിടെ. സോ എനിവേ അതിൻ്റെ ആ ടേബിളൊന്ന് ചെക്ക് ചെയ്യണം, എന്നാൽ ക്ലിയറായിട്ട് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ആ കളികളൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം. നാളെ T20 ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുടെ 4ാം ഏകദിനം. ഇന്ത്യ ഓൾറെഡി 2-1 ലീഡിൽ നിൽക്കുകയാണ്. അപ്പോൾ 4ാം ഏകദിനം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയുടെ ഏകദിനമല്ല T20 മാച്ച്, 4ാമത്തെ T20 മാച്ച് നാളെ ലഖ്നൗവിൽ വെച്ച് നടക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ IPLൻ്റെ ലേലം പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദവിവരങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ബൈ.